ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ വണ്ടിയുടെ എൻജിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ക്ലീനിങ്ങിനായിട്ട് അയച്ചിട്ടുണ്ട്. നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് സർവീസ് ചെയ്യണം, പിന്നെ വാട്ടർ സർവീസ് ബോഡി അഴിച്ചൊന്ന് വാഷ് ചെയ്യണം, എൻജിൻ ഓയിൽ ചെക്കപ്പ് മാത്രം മതി എന്നാണ് പറഞ്ഞത്. പിന്നെ ഫ്രണ്ട് സൗണ്ട് ചെക്ക് ചെയ്യണം, റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹെഡ് ഡീകാർബണൈസിങ്ങിനായിട്ട് നമ്മൾ അയച്ചേക്കണം കേട്ടോ. പിന്നെ ഫുൾ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. സെൻറ്റർ കവർ ടൈറ്റ് ചെയ്യണം. അതിൻ്റെ സെൻറ്റർ കവറൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കണം. അപ്പോൾ നമുക്ക് അതിനകത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. തന്നെയല്ല അതിൻ്റെ ഫ്രണ്ടിലത്തെ കവറുകളും ഒരു വണ്ടി ഇടിയിട്ടിട്ട് ചെറുതായിട്ട് ബെൻഡായിട്ടുണ്ട്. അപ്പോൾ അതുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല അതിനകത്ത് കേട്ടോ. പിന്നെ ജനറലായിട്ടുള്ള സർവീസിൻ്റെ നമ്മൾ അത്യാവശ്യം എൻജിനുമായി ബന്ധപ്പെട്ട വർക്കുകൾ, ക്ലച്ച് ഗ്രീസിങ് കാര്യങ്ങളൊക്കെ കൂട്ടത്തിക്കടെ നമ്മൾ ചെയ്തു വിടാം. ബാക്കിയത്തെ എൻജിന്മേത്തെ ഈ മെയിൻ്റനൻസ് വർക്ക് കഴിഞ്ഞ് വണ്ടിയുമ്പോൾ കയറ്റിയതിന് ശേഷമാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് എൻജിൻ ഹെഡുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ ഈ എൻജിൻ ഹെഡിനകത്ത് ഈ കൃത്യമായിട്ട് വാൽവ് അടയാതെ വരുമ്പോഴാണ് വണ്ടി കംപ്രഷൻ ലീക്കായിട്ട് ഓഫായി പോകണേ. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ പറയുന്ന കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഓൾറെഡി കസ്റ്റമർ പറയുന്ന ലക്ഷണം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ കാരണം എൻജിൻ ഹെഡിനകത്ത് തന്നെ കരിയുടെയാണ്. കാരണം കംപ്രഷൻ ലീക്കായി പോകുന്ന കംപ്ലയിൻ്റാണ് മെയിനായിട്ട് പറഞ്ഞത്. അതും പ്രകാരമാണ് നമ്മൾ ഹെഡ് ഡീകാർബണൈസിങ്ങിനായിട്ട് അയച്ചേക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. കാരണം നമുക്ക് അതിൻ്റെ ഈ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ ശരിക്കും വരുമ്പോൾ ഇതേപോലെ പൊടിഞ്ഞു പോരുന്ന തരത്തിലുള്ള കാർബൺ അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിരിക്കുന്നുണ്ട്. ഈ സൈഡിലൊക്കെ നോക്കുമ്പോൾ അറിയാം നിങ്ങൾ പൊടിഞ്ഞു പോരുന്ന രീതിയിലുള്ള അത് ശരിക്കും ഈ വാൽവിൻ്റെ ഈ എഡ്ജിനകത്തേക്ക് വരുമ്പോഴാണ് പ്രോബ്ലം കാണിക്കുക. ഈ വാൽവ് ക്ലിയറായിട്ട് അടയാതെ വരുമ്പോഴാണ് കംപ്രഷൻ ലീക്കാവും, വണ്ടി ഓഫായി പോവുകയും ചെയ്യാം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വണ്ടി സ്റ്റാർട്ടായി കിട്ടുള്ളൂ. ആ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ഹെഡിനകത്തെ കരിയുടെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വാൽവ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് സീറ്റിങ് ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. പിസ്റ്റൺമേയും അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ ഈ പിസ്റ്റണിൻ്റെ ഏത് ബോറിങ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ക്ലീൻ ചെയ്ത് നോക്കിയതാണ്. പിസ്റ്റണിൻ്റെ ടോപ്പ് സൈഡിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കരി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പിസ്റ്റണൊക്കെ ക്ലീൻ ചെയ്ത് റിങ്സ് മാത്രം മാറ്റേണ്ടതായിട്ട് വരും. ഈ കിടക്കുന്ന റിങ്സ് മാറ്റിയിട്ട് പുതിയത് സെറ്റ് ചെയ്യേണ്ടി വരും. കാരണം അതിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ വൈപ്പിങ്ങിൻ്റെ ഒരു കപ്പാസിറ്റി കുറവായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സ്റ്റാൻഡേർഡ് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ സ്റ്റാൻഡേർഡ് റിങ്സ് മേടിച്ച് മാറ്റി റീസെറ്റ് ചെയ്യാം. കൂട്ടത്തിക്കടെ വാൽവൊക്കെ സീറ്റ് ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കാം. പിന്നെ എൻജിൻ ഹെഡ് അഴിക്കുമ്പോൾ അതിൻ്റെ ഗ്യാസ്കറ്റുകൾ, അതിൻ്റെ റബ്ബർ ബീഡിങ്, അതേപോലെ തന്നെ ഹെഡ് കവർ ഗ്യാസ്കറ്റ് എന്ന് പറയും. ഈ റബ്ബറിൻ്റെ ഈ ഗ്യാസ്കറ്റ് മാറ്റിയിടണം. മൗണ്ട് റബ്ബർ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് സെറ്റ് ചെയ്യാനായിട്ട്. കൂട്ടത്തിക്കടെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, കാർബറേറ്ററിൻ്റെ ഭാഗമൊക്കെ ചെയ്യണം. കാർബറേറ്റർ ക്ലീൻ ചെയ്ത് കാരണം എയർ ഫിൽറ്ററും പ്ലഗും കൂട്ടത്തിക്കടെ നമ്മൾ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യണം. എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു, കിടക്കുന്ന ഓയിൽ നല്ല ഓയിലാണ്. അപ്പോൾ വേറെ പ്രോബ്ലമൊന്നുമില്ല. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഗ്രീസിങ് കാര്യങ്ങളൊക്കെ നടത്തി വിടും. കാരണം ക്ലച്ച് ഗ്രീസിങ് എന്ന് പറയുമ്പോൾ ഇവിടെ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലച്ച് ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസിങ്ങും കൂടി കൂട്ടത്തിക്കടെ നടത്തി വിടുന്നുണ്ട്. ബെൽറ്റ് ഇതുമേ നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. അതിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു എമർജൻസി ആയിട്ട് മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊന്നുമില്ല. നമ്മളുടെ ഓട്ടം നോക്കിയിട്ട് ഓരോ സർവീസിൽ നമ്മൾ ചെക്ക് ചെയ്ത് പോകണമാണ്. നമ്മൾ അടുത്ത സർവീസിൽ വരെ എന്തെങ്കിലും കിടന്ന് ഓടിക്കോളും. അടുത്ത സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് 4 മാസത്തിലൊരിക്കലാണ് സർവീസ് വരാം. അടുത്ത 4 മാസത്തിനുള്ളിൽ എന്തെങ്കിലും ഡാമേജ് വരില്ല. അതുവരെ നമുക്ക് ഓടിക്കാം. ഓക്കെ. പിന്നെ കാർബറേറ്ററൊക്കെ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. ഈ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു പ്രശ്നമുണ്ട് നിലവിൽ കാർബറേറ്ററിന്. കാരണം എന്ന് വെച്ചാൽ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുക. അതുകൊണ്ട് തന്നെ ചില കേസിൽ കാർബറേറ്റർ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മുടെ വണ്ടിക്ക് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ക്ലീൻ ചെയ്ത് കയറ്റുമ്പോൾ അങ്ങനെ വരാനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. അത് നമുക്ക് തള്ളി കളയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗം അഴിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. അതിൻ്റെ എൻജിൻ സംബന്ധമായിട്ടുള്ള അതിൻ്റെ ഹെഡിൻ്റെ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് വർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. നാളെ വൈകിട്ടത്തേക്കാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഡെലിവറി ചെയ്യാനായിട്ട് പറ്റുക. നാളെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 23-ാം തീയതി വൈകിട്ടത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും വ്യത്യാസം വന്നാൽ നെക്സ്റ്റ് ഡേ ഒരു ഉച്ചയ്ക്ക് മുമ്പായിട്ട് തരാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ വണ്ടിയുടെ അഴിച്ചിട്ടുള്ള കംപ്ലയിൻസിൻ്റെ ഒരു ഡീറ്റെയിൽസ്. ഇതാണ് നമ്മുടെ പറഞ്ഞിരുന്ന ലക്ഷണം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇതിനകത്ത്, ആ കംപ്ലയിൻറ്റിൻ്റെ ലക്ഷണങ്ങളും ഇതിനകത്ത് കാണുന്നുണ്ട്. ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ ആ പറഞ്ഞ ലക്ഷണങ്ങൾ എല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ ക്ലിയർ ചെയ്ത് പൊക്കോളും. ഓക്കെ. അപ്പോൾ ഞാനൊരു ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. നമുക്ക് ഏകദേശം ഒരു 23-ാം തീയതിയൊക്കെ പ്രതീക്ഷിക്കും. 23-ാം തീയതി വൈകിട്ടത്തേക്കാണ് നമുക്ക് തരാമെന്ന് വിചാരിക്കണേ. എന്തെങ്കിലും ലേറ്റിൽ നിന്നെങ്ങാനും കിട്ടാൻ വയ്യ മാത്രമാണ് പിറ്റേ ദിവസത്തേക്ക് ആവുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തേക്കാം.